ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്താണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ ഫോളോയിങ് പോയിൻറ്റ്സ് ഓൺ എ കോമൺ റെഫറൻസ് ലൈൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പോയിൻറ്റ് P is 20 mm above HP and 25 mm in front of VP. Second, point Q is in HP and 30 mm in front of VP. അങ്ങനെ 9 ക്വസ്റ്റ്യനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഈ പോയിൻറ്റ്സിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ജനറലായിട്ടൊരു ഐഡിയ പറയാം. നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 4 ക്വാഡ്രൻറ്റിനെ ബേസ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ. ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ. ഇങ്ങനെ 4 ക്വാഡ്രൻ്റ് എവിടെയെങ്കിലും നമ്മുടെ പോയിൻ്റ് ഇരിക്കുന്നതിനെ ബേസ് ചെയ്താണ് നമ്മൾ പ്രൊജക്ഷൻസ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിനെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയും, ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റ് എന്ന് പറയും, ഇത് തേർഡ് ക്വാഡ്രൻ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻ്റ്. ഓക്കെ, എന്നിട്ട് ഇതെന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഈ നമുക്ക് പക്ഷേ വരയ്ക്കുന്നത് നമ്മുടെ ഡ്രോയിങ് ഷീറ്റിലാണ്. പക്ഷേ ഈ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇവിടെ ഒരു പോയിൻ്റ് ഇരിക്കുന്നത്, ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ ഒരു പോയിൻ്റ് ഇരിക്കുകയാണെന്ന് വെച്ചു. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്, ഒരു ഓബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള അതിൻ്റെ പ്രൊജക്ഷനെയാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അതേസമയം ഒരു പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ആ പോയിൻ്റിൻ്റെ പ്രൊജക്ഷൻ. എന്താണ് പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു പോയിൻ്റ് ഇരിപ്പുണ്ട്, നമ്മളിവിടെ നിന്ന് ടോർച്ച് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിഴലെവിടെ കിട്ടും, വെർട്ടിക്കൽ പ്ലെയിനിൽ നിഴലെവിടെ കിട്ടും, ആ പോയിൻ്റ് ആണ് എന്താണെന്ന് റെഫറൻസ് ചെയ്യണം അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് റെപ്രസെൻ്റ്. അപ്പോൾ ഇതൊരു P എന്നുള്ള പോയിൻ്റ് ആണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ്, ആ പോയിൻറ്റിന് നമ്മൾ P ഡാഷ് എന്ന് കൊടുക്കും, സ്മാൾ P ഡാഷ് എന്ന് കൊടുക്കും. ഇത് ക്യാപിറ്റൽ P ആണ്, അത് അതിൻ്റെ ഒറിജിനൽ പോയിൻ്റാണ്. ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള പ്രൊജക്ഷനെയാണ്, അതിനെ സ്മാൾ P എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സ് ഡിസ്റ്റൻസും ഈ ഹൈറ്റ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസും ആണെന്ന് വെച്ച് ഈ 2 പ്ലെയിന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഇതിനെ നമ്മൾ XY ലൈൻ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിനെ XY ലൈൻ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റാണ്. ആ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിനെ 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ റൊട്ടേറ്റ് ചെയ്യും. ഹൊറിസോണ്ടൽ പ്ലെയിനെ മാത്രമേ റൊട്ടേറ്റ് ചെയ്യൂ. ഹൊറിസോണ്ടൽ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്ത് വെർട്ടിക്കൽ പ്ലെയിനെ പാരലാക്കും. അപ്പോൾ ഈ XY ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു XY ലൈൻ കാണും. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റെ കേസ് മാത്രമാണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് XY ലൈന് മേളിൽ തന്നെ ആയിരിക്കും. എത്ര ഡിസ്റ്റൻസ്, Y ഡിസ്റ്റൻസ് മേളിലായിരിക്കും എന്തോന്ന് ഫ്രണ്ട് വ്യൂ, P ഡാഷ് എന്ന് പറയുന്നത്. അതേസമയം ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ഈ ഓബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ ഇരിക്കുന്നത്. ആ ടോപ്പ് വ്യൂ കൂടെ റൊട്ടേറ്റ് ചെയ്ത് എവിടെ താഴെ വരും, ഈ XY ലൈന് താഴെ വരും. P എന്ന് പറയുന്ന പോയിൻ്റ്, ടോപ്പ് വ്യൂവിനെ നമ്മൾ സ്മാൾ ലെറ്റർ P കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ജനറലായിട്ട് പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ്. അപ്പോൾ ഇത് ഏത് ക്വാഡ്രൻറ്റിൽ വന്നാലും അങ്ങനെയാണ്. ഇപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വന്നാൽ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് മാത്രമേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്ന സ്പേസ്, ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് എബോവ് എച്ച് പിയും ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. ഇൻ ഫ്രണ്ട് ഓഫ് VP, അതായത് VPക്ക് മുന്നേ, VPക്ക് ഫ്രണ്ട്, അതിനാണ് ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുന്നത്. അടുത്ത സെക്കൻഡ് ക്വാഡ്രൻ്റ് സ്പേസ് എന്ന് പറയുന്നത് എബോവ് HP യും ബിഹൈൻഡ് VP ആണ്. അതായത് ഇതിന് പിറകിലാണ്, VPക്ക് പുറകിലാണ്, അതേസമയം എന്താണ് HP ക്ക് മേളിലാണ്. ഇവിടെ ആണെങ്കിൽ VPക്ക് മുൻപേ ആണ്
എച്ച് പിക്ക് മേളിലാണ്, എബോവ് എച്ച് പി. ഈ രണ്ട് ക്വാർട്ടറിൽ ഫസ്റ്റും സെക്കൻഡും ക്വാർട്ടറിൽ എന്താണ് എബോവ് എച്ച് പി കണ്ടീഷൻ തന്നെയാണ്. പക്ഷേ ഡിഫറൻസ് ഒന്ന് ഇൻ ഫ്രണ്ടും ഒന്ന് ബിഹൈൻഡ്. അപ്പോൾ തേർഡ് ക്വാർട്ടറിലാണെങ്കിൽ കണ്ടീഷൻ സ്പേസ് എന്ന് പറയുന്നത് ബിലോ എച്ച് പിയും ബിഹൈൻഡ് വി പി ആണ്. ബിഹൈൻഡ് വി പി ഈ സ്പേസാണ്. അതേസമയം ഫോർത്ത് ക്വാർട്ടറിലാണെങ്കിൽ ബിലോ എച്ച് പിയും ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. അപ്പോൾ ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾ ഏത് ക്വാഡ്രൻ്റെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ ഓബ്ജക്റ്റ് ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എപ്പോഴും എക്സ് ലൈന് മേലിലും ടോപ്പ് വ്യൂ എപ്പോഴും എക്സ് ലൈന് താഴെയായിരിക്കും. ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ് തേർഡ് ക്വാഡ്രൻ്റിൽ വരുന്നത്. തേർഡ് ക്വാഡ്രൻ്റിൽ ഒരു പോയിൻ്റ് ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് വ്യൂ എക്സ് ലൈന് താഴെയും ടോപ്പ് വ്യൂ എക്സ് ലൈന് മേളിലും. ഇതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. ഇത് രണ്ടും ഓപ്പോസിറ്റാണ്. ഇതാ ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ കണ്ടീഷനും ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ 2 ഡയമെൻഷൻ വരയ്ക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹൊറിസോണൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്ത് മേളിൽ പോകും. ഇവിടെയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻ്റിലാണെങ്കിൽ ഹൊറിസോണൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്ത് താഴെ വരും. ആക്ച്വലി ഈ ഫ്രണ്ട് വ്യൂവിന് യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ഈ ടോപ്പ് വ്യൂവിനാണ് ചേഞ്ച് സംഭവിക്കുന്നത്. ഈ 4 ക്വാഡ്രൻ്റിൽ ടോപ്പ് വ്യൂവിൻ്റെ പൊസിഷനാണ് മാറി വരുന്നത്. ഓക്കെ, അതേസമയം സെക്കൻഡ് ക്വാഡ്രൻ്റിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും മേളിൽ തന്നെ ആയിരിക്കും, എക്സ് ലൈൻ മേളിലായിരിക്കും. അതിന് ഈ സെക്കൻഡ് ക്വാഡ്രൻ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ് ഫോർത്ത് ക്വാഡ്രൻ്റ്. അതായത് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും എക്സ് ലൈൻ താഴെയായിരിക്കും. പക്ഷേ നോർമലി നമ്മൾ ഈ യൂസ് ചെയ്യുന്ന പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോർമലി എല്ലാ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ 2 ആംഗിളിൽ മാത്രമേ പ്രൊജക്ഷൻ വരയ്ക്കാൻ പറ്റൂ. അതിൻ്റെ ഡിഫറൻസ് നമുക്ക് പിന്നീട് പഠിക്കും. ഈ 2 ക്വാഡ്രൻ്റിൽ വെച്ചിട്ട് നമുക്ക് ഏതൊരു 3 ഡയമെൻഷൻ ഓബ്ജക്റ്റ് ആയാലും നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് വ്യൂസ് വരയ്ക്കാൻ പറ്റും. ഈ സെക്കൻഡ് ക്വാഡ്രൻ്റിലും തേർഡ് ക്വാഡ്രൻ്റിലും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് വെച്ചാണ് നമുക്ക് ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് പി ഈസ് 20 mm എബോവ് എച്ച് പി ആൻഡ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ ഇത് ഏത് ക്വാഡ്രൻ്റിലാണ് വരുന്നത്? ഇതെന്ന് പറയുന്നത് എബോവ് എച്ച് പിയും ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഇതാണ് 4 ക്വാഡ്രൻ്റ്. ഈ പച്ച എന്ന് പറയുന്നതാണ് ഹൊറിസോണൽ പ്ലെയിനും, ഈ കളറിൽ കാണുന്നത് ഡാർക്ക് ഓറഞ്ച് കാണുന്നത് വെർട്ടിക്കൽ പ്ലെയിനുമാണ്. അപ്പോൾ ഈ പോയിൻ്റ് നമുക്ക് 3 ഡയമെൻഷൻ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് 20 mm എബോവ് എച്ച് പി, 20 mm എബോവ് എച്ച് പി 20 mm എബോവ് എച്ച് പി 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ആ പോയിൻ്റ് പ്രൊജക്ഷനെയാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പി ഡാഷ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഈ ലൈനിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം എക്സ് വൈ ലൈനാണ്, എക്സ് വൈ ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ എക്സ് വൈ ലൈൻ വരച്ചിട്ട് എക്സ് വൈ ലൈനിൻ്റെ മേളിൽ പി ഡാഷ് വരയ്ക്കും, എക്സ് വൈ ലൈനിന് താഴെ ഈ ഹൊറിസോണൽ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോഴെന്താണ് ഈ പി എന്ന് പറയുന്ന പോയിന്റ് റൊട്ടേറ്റ് ചെയ്ത് താഴെ വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ ഈ ഇൻ്റർസെക്ഷൻ വരുന്ന ഈ 2 പ്ലെയിൻ ഇൻ്റർസെക്ഷനാണ് നമ്മൾ എക്സ് വൈ ലൈനോട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കും? എക്സ് വൈ ലൈൻ വരച്ചിട്ട് മേളിൽ വീട്, അതായത് ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈന് മേളിലും ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനും താഴെ. അപ്പോൾ മേളിലോട്ട് 20 mm താഴോട്ട് 25 mm. ഒരു ലൈൻ റെഫറൻസ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു എക്സ് വൈ ലൈൻ റെഫറൻസ് ആയിട്ട് വരയ്ക്കണം. ഓക്കെ, എക്സ് വൈ ലൈൻ റെഫറൻസ് ആയിട്ട് വരച്ചിട്ട് അടുത്ത് ഇവിടെ നിന്ന് എത്രയാ ഫ്രണ്ട് വ്യൂ, ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഫ്രണ്ട് വ്യൂ 20 mm ആണ്. ഫ്രണ്ട് വ്യൂ 20 mm. അടുത്ത ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് 25 mm ആണ്. ഇതിൻ്റെ പേര് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഇത് പി ഡാഷ്, ഡി അല്ല പി ഡാഷ്, ഇത് പി എന്നുള്ള പോയിൻ്റാണ് പി. അപ്പം പി ഡാഷ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് 20 mm മേളിലും ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എക്സ് വൈ ലൈന് താഴെ. ഓക്കെ, അടുത്തത് നോക്കാം.
point Q is in HP and 30 mm in front of VP. ഈ പോയിൻറ്റ് ക്യൂ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്, പക്ഷേ 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. പോയിൻറ്റ് ക്യൂ ഇൻ HP ആണ്, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എവിടെ ആയിരിക്കും? ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലുള്ള പ്രൊജക്ഷനാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ Q ഡാഷ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? Q ഡാഷ് എന്ന് പറയുന്നത് ഏതാ? ഈ XY ലൈനിൽ തന്നെ ആയിരിക്കും. അതേസമയം ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഈ പോയിന്റ് തന്നെ ആയിരിക്കും. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അതാ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള പ്രൊജക്ഷനാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അതേസമയം ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള പ്രൊജക്ഷനാണ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് XY ലൈനിൽ തന്നെ ആയിരിക്കും. അതായത് Q ഡാഷ് XY ലൈനിൽ തന്നെ ആയിരിക്കും. അതേസമയം അതിൻ്റെ Q എന്ന് പറയുന്നത് ബിലോ XY ലൈൻ. എന്തുകൊണ്ടാണ്? ഈ ഹൊറിസോണ്ടൽ ലൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ ഇതിൻ്റെ ടോപ്പ് വ്യൂവും റൊട്ടേറ്റ് ചെയ്ത് താഴെ വരും. അപ്പോൾ Q ഡാഷ് ഇവിടെ XY ലൈൻ തന്നെ ആയിരിക്കും. മറ്റേത് Q എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ XY ലൈന് താഴെ ആയിരിക്കും. ഇതൊരു സ്പേസിങ് കൊടുക്കണം. നിങ്ങൾ ഇതിൽ ഒരു ഒറ്റ ലൈനിൽ റെഫറൻസ് ചെയ്താണ് നമ്മളിപ്പോൾ എല്ലാ പോയിൻറ്റ്സും വരയ്ക്കുന്നത്. അപ്പോൾ ഒരു സ്പേസിങ് ഏതെങ്കിലും ഒരു 2 സെൻറ്റിമീറ്ററോ 1 സെൻറ്റിമീറ്ററോ ഗ്യാപ്പ് കൊടുത്തിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റാണ് Q ഡാഷ്. അവിടെ നിന്ന് താഴോട്ട് 30 ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് 30. ഇത് Q ഡാഷ്, ഇത് Q, ഈ പോയിൻറ്റ് Q. ഇതാണ് സെക്കൻഡ്. ഇത് XY ലൈനിനെ കാണുന്നത് വെച്ചാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിലെ ഒബ്ജക്റ്റ് ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഈ XY ലൈനിൽ തന്നെ കാണുന്നത്. ഓക്കെ, തൽക്കാലം ഞാൻ ഈ P ഡാഷ് പിയും Q ഡാഷ് Q ഒക്കെ ഒന്ന് റേസ് ചെയ്ത് കളയാം. ഓക്കെ, അടുത്തത് പോയിൻറ്റ് R ഈസ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ VP ആൻഡ് 35 mm ബിലോ HP. അപ്പോൾ ഈ R എന്നുള്ള പോയിൻറ്റ് വെർട്ടിക്കൽ പ്ലെയിനിലാണ്, പക്ഷേ 35 mm ബിലോ HP ആണ്. എങ്ങനെയാണ് R എന്നുള്ള പോയിൻറ്റ്? അത് പക്ഷേ വെർട്ടിക്കൽ പ്ലെയിനിലാണ്, അതാ ബിലോ HP, വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും? ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള പ്രൊജക്ഷനാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാണ് XY ലൈൻ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എവിടെ തന്നെ ആയിരിക്കും? ഈ പോയിൻ്റ് തന്നെ ആയിരിക്കും. R ഡാഷ്, സ്മാൾ R ഡാഷ് എന്ന് പറയുന്നത് ഈ പോയിൻ്റ് തന്നെ ആയിരിക്കും. അതേസമയം ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നതോ? ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഈ പോയിൻ്റിൻ്റെ പ്രൊജക്ഷനാണ്. അപ്പോൾ അത് ഏതാ? XY ലൈൻ തന്നെ ആയിരിക്കും. അപ്പോൾ ടോപ്പ് വ്യൂ XY ലൈനിന് ആയിരിക്കും. അതേസമയം ഫ്രണ്ട് വ്യൂ 35 mm താഴെ ആയിരിക്കും, R ഡാഷ്. R ഡാഷ് എന്ന് പറയുന്നത് ഇത് 35 mm ബിലോ HP. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ ബിലോ HP എന്ന് വന്നു കഴിഞ്ഞാൽ XY ലൈന് താഴെ ആയിരിക്കും. അതേസമയം എബോവ് HP എന്ന് പറഞ്ഞാൽ XY ലൈൻ മേലെ. അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് തെറ്റാറില്ല. അപ്പോൾ 35 mm താഴെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 35. നെയിമിങ് ചെയ്യേണ്ട ഇത് R ഡാഷ്, ഇത് R, നെയിം ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത പോയിൻറ്റ് S.
പോയിൻ്റ് എസ് ഇൻ ബോത്ത് എച്ച് പി ആൻഡ് വി പി. അതായത് ഈ എസ് എന്നുള്ള പോയിൻ്റ് രണ്ട് പ്ലെയിനിലും ഇരിക്കുകയാണ്. രണ്ട് പ്ലെയിനിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ ഇരിക്കാൻ പറ്റൂ. ഷോ എസ് രണ്ട് പ്ലെയിനിൽ ഇരിക്കുകയാണെങ്കിൽ അതാ ഇത് ഈ രണ്ട് പ്ലെയിനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ എക്സ് വൈ ലൈനിൽ മാത്രമേ, നമ്മൾ ഈ പറയുന്ന എക്സ് വൈ ലൈനിൽ മാത്രമേ ഈ പോയിൻ്റ് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഈ പോയിന്റിൽ ഇരുന്നാൽ മാത്രമേ എന്താണ് അത് രണ്ട് പ്ലെയിനിലായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഹൊറിസോണൽ പ്ലെയിൻ ആവും, ഇങ്ങോട്ട് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിനിലാവും. അപ്പോൾ രണ്ട് പ്ലെയിനിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ എക്സ് വൈ ലൈനിൽ എവിടെയെങ്കിലും ഇരിക്കണം. അതായത് രണ്ട് പ്ലെയിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിന്റ് ഇരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിയും ടോപ്പിയും എന്തായിരിക്കും? ഇതിൻ്റെ ഫ്രണ്ടിയും ടോപ്പിയും എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് തന്നെയായിരിക്കും. എക്സ് വൈ ലൈനിൽ ഒരു പോയിന്റ് എടുത്താൽ മതി. അത് തന്നെയായിരിക്കും എന്തോന്ന് സ്മാൾ എസ് ഡാഷും എസ്സും. ഈ പോയിന്റ് തന്നെയായിരിക്കും എസ് ഡാഷും എസ്സും ഏതാ ഈ പോയിന്റ് തന്നെയായിരിക്കും. അതായത് ആ ഇൻ്റർസെക്ഷൻ എക്സ് വൈ ലൈനിൽ തന്നെയായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പോയിന്റ് ടി ഈസ് ഇൻ എച്ച് പി ആൻഡ് 35 mm ബിഹൈൻഡ് വി പി. ഇത് ഏത് ക്വാഡ്രൻ്റ് ആയിരിക്കാം? പോയിന്റ് ടി ഈസ് ഇൻ എച്ച് പി ആൻഡ് 35 mm ബിഹൈൻഡ് വി പി. അത് ഹൊറിസോണൽ പ്ലെയിനിലാണ്, പക്ഷേ വി പിക്ക് പുറകിലാണ്. ടി എന്നുള്ള പോയിന്റ് ഇങ്ങനെ ആയിരിക്കുന്നു. സെക്കൻഡ് ക്വാഡ്രൻ്റ് സ്പേസിലാണ് വരുന്നത് ടി. 35 mm പുറകിലാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എവിടെ ആയിരിക്കും? ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലുള്ള പ്രൊജക്ഷനെയാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഫ്രണ്ട് വ്യൂ അതായത് സ്മാൾ ടി ഡാഷ് എക്സ് വൈ ലൈനിൽ തന്നെയായിരിക്കും. അതേസമയം ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള പ്രൊജക്ഷനാണ്. അത് ഈ പോയിന്റ് തന്നെയായിരിക്കും. അപ്പോൾ ഫൈനലി നമുക്ക് എന്താ സംഭവിക്കുന്നത്? 2 ഡയമെൻഷൻ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ റൊട്ടേറ്റ് ചെയ്ത് എക്സ് വൈ ലൈനിന് മേളിൽ പോകും. അപ്പോൾ എക്സ് വൈ ലൈനിൽ ടി ഡാഷും എക്സ് വൈ ലൈനിന് മേളിൽ 35 മില്ലിമീറ്റർ മേളിൽ എക്സ് വൈ ലൈനിന് മേളിൽ ടിയും ടോപ്പ് വ്യൂ എന്ന് വെച്ചാൽ ഈ പോയിന്റ് കൂടെ റൊട്ടേറ്റ് ചെയ്യും. ഹൊറിസോണൽ പ്ലെയിൻ ഒന്ന് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ പോയിന്റ് റൊട്ടേറ്റ് ചെയ്ത് അത് ആ വെർട്ടിക്കൽ പ്ലെയിൻ അലൈൻ ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കാം. പോയിന്റ് ടി ഇൻ എച്ച് പി. അപ്പം ഇത് ടി ഡാഷ് എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിൽ തന്നെ ആയിരിക്കും, പക്ഷേ ടോപ്പ് വ്യൂ ടി എന്ന് പറയുന്നത് സ്മാൾ ടി എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിന് മേളിലായിരിക്കും. അടുത്ത് ഇത് ടി ഡാഷ് ആണ്. സ്മാൾ ടി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് എത്രയാണ്? 35 mm മേളിലാണ്. ഈ ഡിസ്റ്റൻസ് 35. നെയിമിങ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇത് ടി ഡാഷ്, ഇത് ടി. ഓക്കെ, അടുത്ത പ്രോബ്ലം. പോയിന്റ് യു ഈസ് ഇൻ ദ വി പി ആൻഡ് 30 mm എബോവ് എച്ച് പി. ഇത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്, പക്ഷേ 30 mm എബോവ് എച്ച് പി ആണ്. ഇതിൻ്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് നോക്കാം. പോയിന്റ് യു ഇങ്ങനെ ആയിരിക്കുന്നു. വെർട്ടിക്കൽ പ്ലെയിനിലാണ്, പക്ഷേ ഹൊറിസോണൽ പ്ലെയിനിന് കുറച്ച് ഡിസ്റ്റൻസ് മേളിലാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ അതേ പോയിന്റ് തന്നെ ആയിരിക്കും. എന്താണ്? വെർട്ടിക്കൽ പ്ലെയിനിലുള്ള പ്രൊജക്ഷനാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്മാൾ യു ഡാഷ് കൊണ്ട് സ്മാൾ ലെറ്റർ ഡാഷ് കൊണ്ടാണ് ഫ്രണ്ട് വ്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഈ പോയിന്റ് തന്നെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിലായിരിക്കും. സ്മാൾ യു എന്തുകൊണ്ടാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള പ്രൊജക്ഷനാണ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഈ പോയിന്റ് തന്നെയായിരിക്കും. ഈ ഹൈറ്റിൽ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിലും ആയിരിക്കും. അപ്പോൾ 30 mm എബോവ് എച്ച് പിയിൽ. അപ്പോൾ ഈ എബോവ് എച്ച് പി ശ്രദ്ധിക്കേണ്ട, എബോവ് എച്ച് പി ബിലോ എച്ച് പി വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആദ്യമേ തന്നെ മാർക്ക് ചെയ്യാം.
ഇപ്പോൾ 30 എബോവ് HP വന്നു കഴിഞ്ഞാൽ ഈ യു ഡാഷ് എന്ന് പറയുന്നത് XY ലൈനിന് എബോവ് മാർക്ക് ചെയ്യാം. അതേസമയം 30 ബിലോ HP പറയണമെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് യു എന്ന് പറയുന്നത് നമുക്ക് 30 താഴെയായിട്ട് മാർക്ക് ചെയ്യാം. അപ്പം ഇവിടെ എബോവ് HP ആണ്. അപ്പോൾ യു ഡാഷ് മേളിലാണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 30. നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം? യു ഡാഷ് മേളിൽ, അതേസമയം യു സ്മാൾ യു താഴെ. യു ഡാഷ് മേളിലും സ്മാൾ യു താഴെ. അടുത്ത പോയിൻറ്റ് വി. പോയിൻറ്റ് വി ഈസ് 40 എബോവ് HP ആൻഡ് 30 ബിഹൈൻഡ് VP. എബോവ് HP യും ബിഹൈൻഡ് VP എന്ന് വരുന്ന സ്പേസ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻ്റാണ്. സെക്കൻഡ് ക്വാഡ്രൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് വ്യൂവും, ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും XY ലൈനും മുകളിലായിരിക്കും. പോയിൻറ്റ് വി 40 എബോവ് HP, 30 ബിഹൈൻഡ് VP. അപ്പോൾ ഈ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു നമ്മൾ ഈ എബോവ് HP വാല്യൂ ആണ് നമ്മൾ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ ഡാഷ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ XY ലൈൻ വരച്ചിട്ട് ആ വി ഡാഷ് എന്നുള്ളത് 40 എബോവ് അങ്ങ് മാർക്ക് ചെയ്യാം. എബോവ് HP ആയതുകൊണ്ട് XY ലൈൻ മേളിൽ, അതേസമയം ബിലോ HP വരുമ്പോൾ നമ്മൾ XY ലൈൻ താഴെ വരച്ചു. അപ്പോൾ ആദ്യം XY ലൈനിൽ 40 ഏതാ വി ഡാഷ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് നോക്കാം. സെക്കൻഡ് ക്വാഡ്രൻ്റിലാണ് വരുന്നത്. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ ഡിസ്റ്റൻസ് എത്രയാണ്? 40 എബോവും 30 ബിഹൈൻഡും ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ 40 എബോവിൽ നമുക്ക് വി ഡാഷ് വരയ്ക്കാം. ഡിസ്റ്റൻസ് 40. അടുത്ത എത്രയാണ്? അടുത്ത 30 രണ്ടും മേളിലാണ്. 30 ബിഹൈൻഡ് VP. അപ്പം ടോപ്പ് വ്യൂ എങ്ങനെ റൊട്ടേറ്റ് എൻ്റെ ടോപ്പ് വ്യൂ റൊട്ടേറ്റ് ചെയ്ത് മേളിൽ പോകും. അപ്പോൾ 30 മേളിൽ എന്തായിരിക്കും? എൻ്റെ സ്മാൾ വി അല്ലെങ്കിൽ ടോപ്പ് വ്യൂ. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് 30. നെയിമിങ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇത് സ്മാൾ വി, ഇത് വി ഡാഷ്. എബോവ് HP വാല്യൂ ആണ് നമ്മൾ ഡാഷ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് എബോവ് HP ആണെങ്കിൽ XY ലൈൻ മേളിലും, ബിലോ HP ആണെങ്കിൽ XY ലൈൻ താഴെയായിരിക്കും. അപ്പം ആദ്യമേ നമുക്ക് ഈ 40 ഡിസ്റ്റൻസ് അങ്ങ് മാർക്ക് ചെയ്യാൻ പറ്റും. ഏതാ വി ഡാഷ് മാർക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതാ നമ്മുടെ ഈ ക്വാഡ്രൻ്റ് അനുസരിച്ച്, ഏത് ക്വാഡ്രൻ്റിലാണ് ഇരിക്കുന്നത് അനുസരിച്ചാണ് ഈ ചേഞ്ച്. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ടോപ്പ് വ്യൂവിന് മാത്രമാണ് ചേഞ്ച് സംഭവിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഈ ഫ്രണ്ട് വ്യൂവിൻ്റെ ഡിസ്റ്റൻസ് ആദ്യമേ തന്നെ മാർക്ക് ചെയ്യാം, അതായത് സ്മാൾ വി ഡാഷ്. എന്നിട്ട് ടോപ്പ് വ്യൂവിൻ്റെ പൊസിഷൻ നോക്കിക്കൊണ്ട്. അടുത്ത് പോയിൻറ്റ് W. 45 ബിലോ HP ആൻഡ് 25 ബിഹൈൻഡ് VP. 45 മില്ലിമീറ്റർ ഹൊറിസോണൽ പ്ലെയിന് താഴെയും, അതേസമയം 25 മില്ലിമീറ്റർ ബിഹൈൻഡ് VP. അപ്പോൾ ഇത് തേർഡ് ക്വാഡ്രൻ്റിലാണ് വരുന്നത്. ബിലോ HP ബിഹൈൻഡ് VP വരുന്ന സ്പേസ് എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രൻ്റാണ്. തേർഡ് ക്വാഡ്രൻ്റിലാണ് W വരുന്നത്. ഇപ്പോൾ എത്ര ഏതാ ഈ ഇതിനായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എവിടെയായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എബോവ് ബിലോ വാല്യൂ നോക്കിക്കൊണ്ടാതെ ഫ്രണ്ട് വ്യൂ. W ഡാഷ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ, അതേസമയം W എന്ന് പറയുന്നത് ഇതായിരിക്കും. തേർഡ് ക്വാഡ്രൻ്റിൻ്റെ പ്രത്യേകത എന്താണ്? തേർഡ് ക്വാഡ്രൻ്റിൽ ഫസ്റ്റ് ക്വാഡ്രൻ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ് തേർഡ് ക്വാഡ്രൻ്റിൽ നമ്മൾ വരയ്ക്കുമ്പോൾ 2 ഡയമെൻഷനിൽ വരയ്ക്കുമ്പോൾ ചെയ്യുന്നത്. അതായത് ഫ്രണ്ട് വ്യൂ XY ലൈനിന് താഴെയും ടോപ്പ് വ്യൂ XY ലൈനിന് മേൽ. അപ്പോൾ 45 താഴെ ഫ്രണ്ട് വ്യൂയും
25 മേളിൽ അതിൻ്റെ ടോപ്പ് വ്യൂ. ഈ ഡിസ്റ്റൻസ് എത്ര? 45. 45 ബിലോ HP ആയതുകൊണ്ട് XY ലൈൻ താഴെ വരച്ചു. അടുത്ത് 25 ബിഹൈൻഡ് VP ആണ്. അപ്പോൾ തേർഡ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ ഇത് നേരെ മേളിൽ പോകും. ടോപ്പ് വ്യൂ നേരെ റൊട്ടേറ്റ് ചെയ്ത് മേളിൽ പോകും. അപ്പോൾ മേളിലോട്ട് 25 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 നെയിമിങ് ചെയ്യണം എങ്ങനെയാണ്? ഇത് സ്മാൾ w ഡാഷ്, ഇത് സ്മാൾ w, ഇങ്ങനെയാണ് നെയിമിങ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും തേർഡ്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ മേളിലും ടോപ്പ് വ്യൂ XY ലൈന് താഴെ ആയിരിക്കും. ഇത് XY ലൈനാണ് റെഫറൻസ് ആയിട്ട് പറയുന്നത്. ഇത് ആദ്യം XY ലൈൻ മാർക്ക് ചെയ്തിട്ടാണ് ഇത്രയും, ഇതെല്ലാം ഈക്വൽ സ്പേസിങ് ആയിരിക്കും. പോയിൻ്റ് X 35 mm ബിലോ HP ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രൻ്റിലാണ് വരുന്നത്. ഫോർത്ത് ക്വാഡ്രൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വരുന്നത്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നമ്മൾ വരയ്ക്കുന്നത് XY ലൈനിന് മേളിലാണ് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കുന്നത്. ഇവിടെ XY ലൈനിന് താഴെയാണ്, രണ്ട് വ്യൂവും XY ലൈനിന് താഴെയാണ്. അപ്പോൾ ആദ്യമേ കാണുമ്പോൾ നമുക്ക് ഈ ബിലോ HP എന്ന് പറയുന്ന വാല്യൂ കാണുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ സ്മാൾ x ഡാഷ് എന്ന് പറയുന്നത് 35 mm താഴെ വരയ്ക്കാം. ഇതിൻ്റെ 3 ഡയമെൻഷൻ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്? ഇങ്ങനെ ആയിരിക്കുന്നു. ഇത്രയും ഡിസ്റ്റൻസ് താഴെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഏതാ? വെർട്ടിക്കൽ പ്ലെയിനിലുള്ള പൊസിഷൻ. ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹൊറിസോണൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പം ഇതിൻ്റെ ടോപ്പ് വ്യൂ സ്മാൾ എക്സും റൊട്ടേറ്റ് ചെയ്ത് താഴെ വരും. അതേസമയം ഫ്രണ്ട് വ്യൂ ഏതാണ്? XY ലൈനിന് താഴെയാണ്. ഇതിനെയാണ് നമ്മൾ XY ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 35 ബിലോയിൽ ആദ്യം X ഡാഷ് വരയ്ക്കുക, സ്മാൾ X ഡാഷ്, മേളിലോട്ട് 30. താഴോട്ട് 35 35. അടുത്ത 13 താഴെ വരയ്ക്കുന്നത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30. 35 ആണ്. അപ്പോൾ 35 എന്തായിരിക്കും? X ഡാഷ് സ്മാൾ X ഡാഷ്, അതായത് 35 വരുന്നത്. ഇത് സ്മാൾ എക്സ്. അപ്പോൾ പ്രൊജക്ഷനോ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്ന എന്നാൽ നമുക്ക് ഏത് പ്രോബ്ലം എങ്ങനെ ചോദിച്ചാലും വായിക്കാൻ പറ്റും. കൂടുതലും ചിലർ തെറ്റിക്കുന്ന ഇതാണ്, ഈ രണ്ട് പ്ലെയിനിലും വരുന്ന കേസാണ്. അതാണെങ്കിൽ ഇത് ഒറ്റ പോയിൻ്റ് തന്നെയാണ്, അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഒറ്റ പോയിൻ്റ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു.